നമ്മളെ മലയാളികൾക്കുള്ള ഒരു കുഴപ്പമാണ് ഇന്റർനാഷണൽ പ്ലാനിങ്ങും ഇന്റർനാഷണൽ ഐഡിയാസ് ആയിരിക്കും ബിസിനസിനെ പറ്റിയിട്ട്. പക്ഷെ ഒന്നും നടക്കൂല, ഒന്നും ചെയ്യൂല. നമ്മള് പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതേ ഐഡിയ വേറെ ആൾക്കാർ അതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കിളി പോകും. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു കോമൺ ഡൗട്ടാണ് ഇതേപോലത്തെ സെയിം ബിസിനസ് മാർക്കറ്റിൽ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത്. വ്യക്തമായ ധാരണയോട് കൂടിയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങൾ അതിൽ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അതിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാം ഇറങ്ങിക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിന് ആക്ച്വലി ഒരു പെർഫെക്റ്റ് ടൈം ഇല്ല. നമ്മൾ എപ്പോഴാണോ അതിലേക്ക് എടുത്തു ചാടുന്നത് അതാണ് അതിന്റെ ടൈം. ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കാണിക്കുക. നിങ്ങൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. പോയാൽ മാത്രമാണ് അത് ശരിയാവോ ഇല്ലയോ, നടക്കോ നടക്കില്ല, സക്സസ് ആവോ ഫെയിൽ ആവോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ സൂറത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മാളിന്റെ ഉള്ളിൽ 6000-ഓളം ഷോപ്പ് ഉണ്ട്. എന്നാൽ അതുപോലത്തെ 100 കണക്കിന് 200 കണക്കിന് മാളുകൾ സൂറത്തിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ നമ്മുടെ ആ ഇന്റൻഷൻ കറക്റ്റ് ആയാൽ മതി.